ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റഡ് ജേർണീസ്. നമ്മൾ വെല്ലിംഗ്ടൺ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് കണ്ട കാഴ്ചകളാണിത്. ഇതാണ് ഡെസേർട്ട് റോഡ് എന്നറിയപ്പെടുന്ന ന്യൂസിലാൻഡിലെ ഒരു വിജനമായ റോഡ്. അതായത് ഈ കാണുന്നതൊക്കെ അഗ്നിപർവ്വതങ്ങളാണ്. മഞ്ഞുമല പോലെ ഇരിക്കുന്ന ആ ഒരു മല എന്ന് പറയുന്നത് ഒരു അഗ്നിപർവ്വതമായിരുന്നു. അപ്പോൾ ഇതിന് ചുറ്റുമുള്ള റോഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂസിലാൻഡ് ഓൾറെഡി ഫുൾ ഗ്രീനിഷ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു പ്രദേശത്ത് മാത്രം വീടുകളോ അല്ലെങ്കിൽ ഒന്നും കാണാൻ സാധിക്കില്ല, കെട്ടിടങ്ങളോ ഒന്നുമില്ല. കുറേ ദൂരം ഒരു പച്ചപ്പോ ഒന്നുമില്ലാതെ ഒരു തരം കരിഞ്ഞതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു തരം ബ്രൗൺ കളറിലാണ് ചെടികളെല്ലാം കാണപ്പെടുന്നത്. അപ്പോൾ ഈ റോഡിലൂടെയുള്ള വ്യൂസാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ഫുൾ കാണുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അത് ശരിക്കും സ്റ്റേറ്റ് ഹൈവേ SH1 ആണ്. ഇവിടെ ഇതൊരു ഡ്രൈ ഏരിയ ആണ്. ഞാൻ പറഞ്ഞ പോലെ വേറെ വലിയ മരങ്ങളൊന്നും ഇവിടെ കാണാൻ പറ്റില്ല. ഇവിടുത്തെ ഈ വെതർ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഈ വലിയ ചെടികളോ അതുപോലെ മരങ്ങളോ ഒന്നും കാണാത്തത്. പ്രധാനമായിട്ടും 3 പർവ്വതങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് ശരിക്കും അറിയപ്പെടുന്നത് ടൊങ്കാരിരോ നാഷണൽ പാർക്ക് എന്നാണ് ഇതിൻ്റെ ഈ ചുറ്റും അറിയപ്പെടുന്നത്. ഈ ടൊങ്കാരിരോ നാഷണൽ പാർക്കിൽ 3 പ്രധാന പർവ്വതങ്ങളാണുള്ളത്. അതിലൊന്നാമത്തെ പർവ്വതമാണ് റുപേഹോ എന്ന് പറയുന്നത്. അതിപ്പോഴും ആക്റ്റീവാണ്. പിന്നെ അതേപോലെ തന്നെ അടുത്തതാണ് ഒരു ടൊങ്കാരിരോ എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടെയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പർവ്വതമാണ്. അവിടെ നമുക്ക് ഇങ്ങനെ ലാവ പണ്ട് ഒഴുകിയതിൻ്റെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ കാഴ്ചകളൊക്കെ കാണാനുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ അടുത്തതാണ് നൗറുഹോ എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതം എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരു യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു മൗണ്ടനാണ് ഈ പറഞ്ഞ നൗറുഹോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ടൊങ്കാരിരോ എന്നൊക്കെ പറയുന്ന സ്ഥലത്തെല്ലാം അതേപോലെ റുപേഹോ അവിടെയൊക്കെ നമുക്ക് ഈ സ്കീയിങ് ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ സ്കീയിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ചുറ്റും മഞ്ഞാണ്. അതിൻ്റെ ചില സ്ഥലത്തെല്ലാം നടക്കുമ്പോൾ ഇങ്ങനെ ചൂടൊക്കെ നമുക്ക് അനുഭവപ്പെടും എന്ന് പറയുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്. ഞാനിതുവരെ പോയിട്ടില്ല. എനിക്കും ഒരു തവണ പോകണമെന്നൊക്കെ ഉണ്ട്. വിൻ്റർ സീസണിൽ റോഡിലൊക്കെ നമുക്ക് ശരിക്കും നല്ല മഞ്ഞൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഒരു 40 കിലോമീറ്ററാണ് നമ്മൾ ഇത് പാസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വെതറെല്ലാം ഡ്രാമാറ്റിക്കലി ചേഞ്ച് ചെയ്യുന്ന ഒരു ലാൻഡ്സ്കേപ്പാണിത്. അപ്പോൾ ഡെസേർട്ട് റോഡ് ഏകദേശം പാസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും പച്ച വിരിച്ച പർവ്വതങ്ങളും അതുപോലെ ചെമ്മരിയാടുകളെയൊക്കെ കാണാൻ സാധിച്ചു. അപ്പോൾ ബാക്കിയുള്ള വീഡിയോയും കൂടെ എല്ലാവരും കണ്ട് ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ.